സ്ത്രീകളുടെ ആർത്തവകാല ആരോഗ്യം അവകാശമെന്ന് സുപ്രീം കോടതി. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ആർത്തവകാല ആരോഗ്യമെന്നും കോടതി വ്യക്തമാക്കി. സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിനുകൾ സൗജന്യമായി നൽകണമെന്നും വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സ്കൂളുകളിൽ ലിംഗഭേദം അനുസരിച്ചുള്ള ടോയ്ലറ്റുകൾ, ആർത്തവ ശുചിത്വ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത തുടങ്ങിയവയുടെ അഭാവം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സമത്വം, ആരോഗ്യം, അന്തസ്സ്, സ്വകാര്യത എന്നിവ ഉൾപ്പെടെയുള്ള മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് ആർത്തവകാലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചയെ സുപ്രീം കോടതി വിമർശിച്ചു. സ്വകാര്യതയെയും അന്തസ്സിനെയും ലംഘിക്കാതിരിക്കുവാനുള്ള കടമ സംസ്ഥാനത്തിനുണ്ട്. മാത്രമല്ല, ഈ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുവാനും സംസ്ഥാനങ്ങൾക്ക് കടമയുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആർത്തവ ശുചിത്വത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയില്ലായ്മ, അന്തസ്സ്, സ്വകാര്യത എന്നിവയ്ക്കുള്ള അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നുവെന്നും കോടതി കൂട്ടിച്ചേർത്തു. ആർത്തവകാലത്തെ ആരോഗ്യത്തിനുള്ള അവകാശം ജീവിക്കുവാനും ആരോഗ്യത്തോടെ ഇരിക്കുവാനുമുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. സമത്വത്തിനുള്ള അവകാശത്തിൽ തുല്യ അവസരത്തിനുള്ള അവകാശവും ഉൾപ്പെടുന്നതായി സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഈ ഉത്തരവാദിത്തം എല്ലാവർക്കും ബാധകമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സ്വകാര്യ സർക്കാർ സ്കൂളുകൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തണമെന്നും കോടതി പറഞ്ഞു. പൊതു താൽപര്യ ഹർജി വിധി പ്രസ്താവിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് JB പർദീപ് വാല അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന നിരീക്ഷണം. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഓക്സോ ബയോഡിഗ്രേഡബിൾ സാനിറ്ററി നാപ്കിനുകൾ എല്ലാ സ്കൂളുകളിലും സൗജന്യമായി നൽകണമെന്നും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും കോടതി നിർദ്ദേശിച്ചു. ഈ ഉൽപ്പന്നങ്ങൾ സ്കൂൾ ടോയ്ലറ്റുകളിലോ സ്കൂൾ പരിസരത്തിനകത്തുള്ള നിശ്ചിത സ്ഥലത്തോ ലഭ്യമാക്കണം. കൂടാതെ അധിക ഉൾവസ്ത്രങ്ങൾ, അധിക യൂണിഫോം, ഡിസ്പോസിബിൾ ബാഗുകൾ പോലെയുള്ള അവശ്യ വസ്തുക്കൾ നിറഞ്ഞ ആർത്തവ ശുചിത്വ മാനേജ്മെന്റ് കോർണറുകൾ സ്ഥാപിക്കാൻ സ്കൂളുകൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ജനം, ഡൽഹി.